ഹലോ നമസ്കാരം, കുക്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ണിയപ്പമാണ്. അത് നമ്മൾ നോർമൽ ഉണ്ണിയപ്പമല്ല, അമൃതപ്പൊടി വെച്ചുള്ളൊരു ഉണ്ണിയപ്പം. അതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് അമൃതപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെല്ലപ്പാവ് ഉരുക്കി ഒഴിക്കുകയാണ്. ഈ അമൃതപ്പൊടി നമ്മൾ വയ്ക്കും തോറും കട്ടിയായി വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം വെല്ലപ്പാവ് എടുക്കാൻ. വെല്ലപ്പാവ് എല്ലാവർക്കും എടുക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. വെല്ലം ഉരുക്കിയെടുക്കുക, കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കണം, നല്ലോണം ഇളക്കിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വെല്ലപ്പാവ് ഒഴിച്ച് ആ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കണം. ലൂസാക്കി എടുത്ത് ഏകദേശം ആയിട്ടിട്ട് നമുക്കിനി എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് ഇളക്കുക. ഞാൻ പറഞ്ഞു, ഇരിക്കും തോറും ഇത് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെല്ലപ്പാവ് ചേർത്ത് ലൂസാക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ എത്ര ഇളക്കുന്നോ അതനുസരിച്ച് ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും വ്യത്യാസത്തിൽ കാണിക്കും. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കുക. നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെല്ലപ്പാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ചേർത്ത്, നമ്മൾ തേങ്ങാക്കൊത്ത് വറക്കുന്നൊന്നുമില്ല, പച്ചയ്ക്ക് തന്നെയാണ് ഇടുന്നത്. അതിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റോ നമ്മുടെ ആവശ്യാനുസരണം മാറ്റി വയ്ക്കുക. കുറച്ച് നേരം അധികം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ മാവ്, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. അമൃതപ്പൊടി ആയതുകൊണ്ട് നമ്മളിങ്ങനെ നോർമൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ചിലപ്പം കറക്റ്റായിട്ട് ഷേപ്പിൽ വരത്തൊന്നുമില്ല. ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോവും. നമ്മുടെ ഉണ്ണിയപ്പം ഏകദേശമായി വരുന്നുണ്ട്. ഈ സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് അത് പൊട്ടിപ്പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഈവനിങ് സ്നാക്കായിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.